ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിതാ ഇന്ന് നമ്മൾ പാർട്ട് 1 വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ പാക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്ന് നമ്മളിതാ പോകുന്ന ദിവസമാണ്. അതായത് നമ്മൾ പിറ്റേ ദിവസം 6 മണിക്കാണ് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 6 മണി 6:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതാ ഉപ്പയും പിന്നെ ഇക്കാൻ്റെ ബ്രദറും കൂടെയാണ് ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരൂരിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അതായത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇക്കാൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വെക്കേഷനൊക്കെ ആയപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അസിമോക്ക് സ്കൂളില്ല, മദ്രസ നമ്മൾ ലീവ് എടുത്തിട്ടാണ് കേട്ടോ പോയത്. പിന്നെ നമ്മൾ ട്രെയിനിനൊന്നും നമ്മൾ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം നൈറ്റ് അല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും ഉറങ്ങിയൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു മോർണിംഗ് ഒരു 8:30 ആയപ്പോൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കുഞ്ഞുറ്റാക്കാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും അനിയത്തിയും കൂടെ കേട്ടോ ഞങ്ങൾ അവിടെ ആക്കി തന്നത്. കുഞ്ഞുറ്റാക്കക്ക് ഞങ്ങളെ കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളോട് ഉപ്പനും ഉമ്മനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ബേബീസൊക്കെ ഉള്ളതുകൊണ്ടായിട്ട് തന്നെ ലഗേജും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതന്നെയാണ് നല്ലതെന്നും കരുതിയിട്ട് അപ്പോൾ എൻ്റെ ഉപ്പ ഞങ്ങളവിടെ എത്തി. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു മണിക്കൂർ നമുക്ക് അവിടുന്ന് ട്രാവൽ ഉണ്ട് കേട്ടോ ബസ്സിന്. അപ്പോൾ നമ്മളവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പാത്രങ്ങൾ അങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ഐറ്റംസും ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് പോവാൻ കേട്ടോ. അപ്പോൾ കുഞ്ഞുറ്റാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏതായാലും പറഞ്ഞ് അവിടെ എത്തിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് പറയുന്ന ഒരാഗ്രഹമായിരുന്നു കുഞ്ഞുറ്റാക്ക് അവിടെ പോയപ്പോൾ ഞങ്ങളും കൂടി അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷേ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് അത് ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് കുഞ്ഞുറ്റാക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് വണ്ടിയുമ്പോൾ പോകുമ്പോഴുള്ള വോയിസ് ആയിട്ട് ഭയങ്കര ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നിയപ്പോൾ തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തി എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ബേബീസിനാക്കിയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയത് കേട്ടോ. കാരണം ബേബീസിനെ ഉള്ളതുകൊണ്ട് നമുക്ക് അവർ രണ്ടും കൂടെ മാനേജ് ആക്കാൻ കഴിയൂലല്ലോ. പിന്നെ അവർ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റാക്കാമെന്ന് കരുതിട്ടോ. ഇന്ന് ഈവനിങ് തന്നെ അവർ തിരിച്ച് നാട്ടിൽ പോകട്ടോ. കാരണം ഇപ്പോൾ ഷോപ്പ് പൂട്ടിയിട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മൾ അവിടെ പോയിട്ട് റിലയൻസ് സ്മാർട്ടിലാട്ടോ പോയത്. അപ്പോൾ അസിമോളും നമ്മൾ കൂടിയിട്ടുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് സംഭവങ്ങളും അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ കുറച്ച് എടുത്ത് നമ്മൾ പിന്നെ പാത്രങ്ങൾ ഞാൻ കുക്കർ പ്രൈഫാനും മാത്രം അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് കുഞ്ഞുട്ടിയാക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ പോലീസിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ആള് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തന്നിട്ടോ. അത് ഭയങ്കര ഒരു ഉപകാരമായി നമുക്ക്. കാരണം നമുക്ക് തിരിച്ച് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ അവിടെ ഇട്ടിട്ട് പോരാനും പറ്റില്ല, എന്നാൽ എല്ലാം കൂടെ കൊണ്ടുവരാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ. അപ്പോൾ പിന്നെ അത് അവർ തന്നപ്പോൾ നമുക്ക് വലിയൊരു ഉപകാരമായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങൾ അവർ തന്നിട്ടോ. സ്റ്റൗ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ തരാൻ വേണ്ടിയിട്ട് നിന്ന്. പക്ഷേ സ്റ്റൗ കുഞ്ഞുണ്ടാക്കുക ഒരു ചെറുത് നമുക്കിവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേനു കേട്ടോ. പിന്നെ പാത്രങ്ങൾ, പ്ലേറ്റ്, ഗ്ലാസ്, പിന്നെ നമുക്ക് ചോറൊക്കെ വെക്കുന്ന സംഭവങ്ങൾ ഒക്കെ നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ഈ പമ്പേഴ്സ്. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് കുറച്ച് വലുത് തന്നെ നോക്കിയെടുത്തിട്ടോ. കാരണം ബേബീസിന് അതില്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും അതൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നിട്ടോ. റൂമിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് റൂം ടൂറൊക്കെ ഇൻഷാല്ലാ നമുക്ക് വരും വീഡിയോയിലൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇത്രയും ലാഗായി പോയത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വൈഫൈ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞുട്ടിയാക്ക നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ റൂമിക്ക് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഹോണറ വകയായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ്. അപ്പോൾ നല്ല ആന്ധ്ര ബിരിയാണിയും പിന്നെ അതിൻ്റെ കൂടെ എന്തോ ഒരു ഡിഷും, അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല, ടേസ്റ്റും എന്താണെന്നുള്ളത് പറയാൻ അത്ര അറിയില്ല, എന്തൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.